ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കണം എന്നില്ല, അരിഞ്ഞതായാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കുതിർത്ത കടലയാണ്. രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ കടല നന്നായി കുതിർന്ന് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ടായാലും യൂസ് ചെയ്യുക, ചതയ്ക്കണം എന്നില്ല കേട്ടോ. ഞാൻ കുക്കറിൽ ഡയറക്റ്റായിട്ടാണ് വെക്കുന്നത്. കുക്കർ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി കുറച്ച് അളവ് കൂടിയാലും കുഴപ്പമില്ല. കടല ചിലവർക്ക് ഗ്യാസ് കൊണ്ട് പറ്റാത്തതുണ്ട്. അപ്പോൾ അത് വെളുത്തുള്ളി എത്ര ഇടണോ അത്രയും നല്ലതാണ് കേട്ടോ. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഈ കടലക്കറി. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. പുട്ടിനും നൂലിപ്പുട്ടിനും വെള്ളയപ്പത്തിനും ഒക്കെ ഈ കടലക്കറി തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഒന്ന് നന്നായി പൊട്ടി വന്ന ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് ചതയ്ക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. അത് അങ്ങനെ അരിഞ്ഞിട്ടായാലും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. അതൊക്കെ അളവൊക്കെ എടുക്കണതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരമാണല്ലോ ചില സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവോള എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെക്കുന്നുള്ളൂ. അതിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ ഞാനും ഹസ്ബൻഡും 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അത്രേ വേണ്ടൂ. അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ ഉണ്ടാക്കി വെച്ചാലും അത് വേസ്റ്റായി പോകണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മൾ കൂടുതൽ അളവെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സവോളയും ഇതൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തണമെന്നേ ഉള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, സവോള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീസ്പൂണ് ഞാൻ എൻ്റെ സ്പൂൺ ഇങ്ങനത്തെയാണ്, അതിൻ്റെ അളവാണ് ഞാൻ പറയണത്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഞാൻ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. അതൊരു 2-3 സ്പൂൺ. അത് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചിടണവർക്ക് കുറച്ചിടാം. ഞാനിവിടെ 2-3 സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടല ഇട്ട് കൊടുക്കണം. കണ്ടോ, നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കടലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഇത്ര ഗ്ലാസ് ഒന്നുമില്ല. കടല ഒന്ന് മൂടി കിടക്കണ വരെ ഉള്ള വെള്ളം, കടല മുങ്ങുന്ന അത്രയും വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരണ വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടല വിസിൽ വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെയ്യേണ്ടത് കുറച്ച് കടല എടുത്തിട്ട് അതൊന്ന് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കണം. ഈ വെന്ത കടലയിൽ നിന്ന് കുറച്ച് കടല കണ്ടോ, നമ്മൾ ഇട്ടതിന് കുറച്ച് കടല മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് യോജിപ്പിക്കണം. ഞാനൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കടല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, അരച്ച് വെച്ച കടല. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ കറി നമ്മൾ തേങ്ങ അരയ്ക്കാത്തതുകൊണ്ട് ഒരുപാട് വെള്ളം പോലെ ഇരിക്കില്ല. അതിനുള്ളൊരു
ഇതാണ് കേട്ടോ ഈ കടല അരച്ച് ചേർക്കുന്നത്. അപ്പം നമ്മുടെ കറി നല്ലോണം തിക്കായിട്ടിരിക്കും, നല്ല ഗ്രേവി, നല്ല തിക്ക്, ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കുറച്ച് കടല എടുത്ത് അരച്ച് കൊടുക്കുമ്പോൾ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞു. ഇതാ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പുട്ടിനും ചപ്പാത്തിക്കും നൂലുപുട്ടിനും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറി. ഇത് കുറച്ചും കൂടി ചൂടാറിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഒന്നും കൂടി ഇത് കുറുകി വരും കേട്ടോ. ഈ ചാറൊക്കെ ഇത്രയൊന്നുമല്ല, നല്ലോണം ഒന്ന് വറ്റി കുറുകി വരും. അപ്പോൾ അതന്ന് ഇവിടെ നൂലുപുട്ടായതുകൊണ്ട് ഞാൻ ആ നൂലുപുട്ടിന് കടലക്കറി എടുക്കണം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറി. തേങ്ങ അരയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ഗ്രേവി ഇല്ലാതെ വെള്ളം പോലെ അങ്ങനെയൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.